നിന്ന് വരില്ല. അതായത് അപ്പോൾ ഞാനൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ ഗർഭിണിയാവുമ്പോൾ അതിന്റെ ഒരു ഭ്രാന്ത് കൊണ്ട് അഴിച്ചു കളഞ്ഞ ഒരാളാണ്. അതായത് നമുക്ക് ഈ കോവിഡും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവരുടെയും ഒരു പ്രശ്നമായിരുന്നു ഈ മുടി പോവുക എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു പ്രശ്നം ആവില്ല. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എവിടെ പോകുമ്പോഴും കുറച്ചൊന്നും ഒരുങ്ങിയൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ. നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് നന്നായിട്ട് തന്നെ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മുടി തന്നെയാണ്. മുടി വെട്ടിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ കളയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ എനിക്കും കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനിലേക്ക് പോയത്. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുമില്ല, നമുക്ക് മുടി കുറവാണെങ്കിൽ മറ്റാരെയും അറിയിക്കാതെ നമുക്ക് ഒരുപാട് കുട്ടികളുള്ളവരാവാൻ പറ്റുന്ന ഒരു ചെറിയ പരിപാടിയാണ് ഈ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതൊരാൾക്ക് മനസ്സിലാവില്ല. നമ്മുടെ ഹെയറിന്റെ അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് മുടി ഉണ്ടാവും. പിന്നെ ഭയങ്കര ആർദ്രതയൊന്നും ആവില്ല, അതിനെ നോക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്കത് ആ മുടി വെച്ച് തന്നെ നമുക്ക് സാധാരണ നമ്മൾ കുളിക്കുന്ന പോലെ ഷാമ്പൂയോ അങ്ങനെ എണ്ണ വയ്ക്കോ അതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി അത് ബുദ്ധിമുട്ടായവർക്ക് അത് ക്ലിപ്പിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിനോ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രം നമുക്ക് എടുത്തു വെക്കാവുന്ന എളുപ്പ മാർഗമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. പക്ഷെ ഞാൻ കണ്ണൂരിൽ ഒരുപാട് ഞാൻ അന്വേഷിച്ചിരുന്നു. എൻ്റെ വളരെ പേഴ്സണലായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു സിസ്റ്ററിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ പിലാത്തറയാണ്. അപ്പോൾ അവിടെ മോളുടെ കല്യാണം വന്നപ്പോൾ അവിടെ വീട്ടിൽ 2-3 പേർക്ക് ഈ കാര്യം വേണ്ടിയിരുന്നു. അപ്പൊ ഞാൻ ചെയ്തതുകൊണ്ട് എന്നെ അന്വേഷിക്കാൻ ഏർപ്പാടാക്കി. ഞാൻ ഒരുപാട് കണ്ണൂർ ഭാഗത്ത് അന്വേഷിച്ചെങ്കിലും നമുക്കത് കണ്ടു കിട്ടിയില്ല. അവസാനം ഞാൻ എറണാകുളത്ത് നിന്നാണ് അവർക്കത് ചെയ്തു കൊടുത്തത്. അപ്പൊ ഇത് ചേച്ചി ഇപ്പൊ തുടങ്ങിയത് ഈ ഭാഗത്തുള്ളവർക്ക് വളരെ വലിയൊരു കാര്യമാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ആദ്യം ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പിന്നെ മുടി വെക്കാൻ പോവല്ലേ എന്ന് പറയുന്നവരെല്ലാവരും മുടി വെക്കും. ഈ സാധനം ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപേക്ഷിക്കാനേ പറ്റില്ല. കാരണം നമ്മളെ അത്രയും കോൺഫിഡന്റ് ആക്കാൻ അതിന് പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. നമുക്ക് കുറച്ച് കാലം ജീവിക്കുന്ന ആൾക്കാരാണ്. പണ്ടത്തെ മനുഷ്യരെ പോലെ 100 വയസ്സ് വരുന്നു. ഇനി നമ്മളൊന്നും അങ്ങനെയൊന്നും ആഗ്രഹമേ ഇല്ല നമുക്ക്. കാര്യം നമ്മുടെ ഭക്ഷണ ശൈലിയും എല്ലാം മാറി. അപ്പൊ കുറച്ചു കാലം ജീവിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ഏറ്റവും സൗന്ദര്യത്തോടു കൂടി ഒക്കെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പോ. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം ഈ ഒരു ഭാഗത്തേക്ക് വന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് ചേച്ചിക്ക് എല്ലാവരുടെ ആശംസകളും ഞാൻ നേരുകയാണ് ഈ ഒരു സമയത്ത്. ഒപ്പം എപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ നാട്ടിലൊരാൾ നന്നായാൽ അത് നമ്മുടെ ചുറ്റിനുമുള്ളവരെ കൂടെ നന്നാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ നാട്ടിൽ വന്ന ഈ ഒരു സംരംഭത്തിന് പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഈ ഒരു സേവനം ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ മൊണാലിസ ഹെയർ എക്സ്റ്റൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഇവിടെ അറിയിക്കുകയാണ്. ഒരിക്കൽ